സാറെന്തേ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ ക്യാബിൽ നോക്കിയായിരുന്നു. ഇതാ കഴിക്കേ. ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. മെയിൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാ ബെഡാ പാർട്ടി എന്നാ പവൻ സാർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ ആ പറയാൻ മറന്നു. ദേ പവൻ സാർ അന്വേഷിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ടീമിന്റെ മീറ്റിംഗ് വെച്ചേക്കാ ഉച്ചയ്ക്ക് ശേഷം. പെട്ടെന്ന് വരുമല്ലോ അല്ലേ? പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അവിടെ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയണം. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ്. കേട്ടല്ലോ? എക്സ്ക്യൂസ് മീ സർ. അതെ, പ്ലീസ് കം. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് നമ്മളൊരു ടൈറ്റ് കോമ്പറ്റീഷന്റെ ആദ്യ റൗണ്ട് വിജയിച്ചിരിക്കുകയാണ്. ഈ അവസരം ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായും ഇത് നമ്മുടെ ടീം വർക്കിന്റെ വിജയം തന്നെയാണ്. സർ, ഒരു സംശയം. യെസ് നോമി. മത്സരത്തിന്റെ ആദ്യ റൗണ്ട് എന്ന് പറയുമ്പോ ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ടെന്നല്ലേ അതിനർത്ഥം? അപ്പോ ജെആൻസിയുമായിട്ടുള്ള കരാർ ഉറപ്പിക്കാറായിട്ടില്ലെന്നാണോ? ഈ കോൺട്രാക്ട് നമ്മൾ തന്നെ നേടിയെന്നുള്ളൂ മാത്രമായില്ല നോമി. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ ടെസ്റ്റ് ഡീലിന്റെ ടോട്ടൽ ഔട്ട്പുട്ടിലാണ് കാര്യം. അതിൽ നമുക്ക് അവരെ ടോട്ടലി ഇംപ്രസ്ഡ് ആക്കാൻ കഴിയണം. അതിന് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സർ. വെൽ ആൻഡ് ഗുഡ്. ആ ഉറപ്പ് എനിക്കുണ്ട് മീര. നമ്മുടെ ഈ ടീമിൽ ഞാൻ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഷൂട്ട് എന്നത്തേക്ക് പ്ലാൻ ചെയ്യണം സർ? അറ്റ് ദ ഏർലിയസ്റ്റ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം തുറന്നു പറയാനുണ്ട്. ജെആൻസിക്ക് സബ്മിറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റോറിയുടെ കണ്ടന്റ് മിസ് പ്രവീണയുടേതായിരുന്നു, റൈറ്റ്? യെസ് സർ. ഏറ്റവും നല്ല ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് സർ ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിരുന്നു. യാ ഷുവർ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതിനെപ്പറ്റി അല്ല നവമി. നമ്മൾ ഡിസ്കസ് ചെയ്ത് തയ്യാറാക്കിയ സ്റ്റോറി ജെആൻസിൽ സബ്മിറ്റ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ് എനിക്ക് വളരെ രഹസ്യമായി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മുടെ സ്റ്റോറിയുമായി വളരെ സാമ്യമുള്ള മറ്റൊരു സ്റ്റോറി ബോർഡ് വേറൊരു കമ്പനി അവിടെ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുവെന്ന്. ഒരേ കണ്ടന്റുള്ള രണ്ട് സിമിലർ സ്റ്റോറി ചെന്നാൽ ഏജൻസിയെ അത് കൺഫ്യൂസ് ചെയ്യിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവശേഷിക്കുന്ന കുറച്ച് സമയത്തിനുള്ളിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. എല്ലാവരുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നമുക്കുണ്ടായിരുന്നില്ല. സർ, പിന്നെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാ പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. സത്യത്തിൽ അത് എന്റെ ഐഡിയ അല്ലായിരുന്നു. ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് ആക്കി സബ്മിറ്റ് ചെയ്യായിരുന്നു. സർ, അത് ആരുടെ ഐഡിയ ആയിരുന്നു? ദയ. ദയ സിദ്ധാർത്ഥ് എന്നോട് ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തത്. സർ, ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി ദയ പോലും അത് ഓർക്കുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരിക്കൽ ഡിസ്കഷന് വേണ്ടി നമ്മളൊരു യാത്ര പോയില്ലേ? അന്ന് ദയ പറഞ്ഞൊരു കഥയില്ലേ, ലേണിംഗ് ആപ്പ് കിട്ടിയപ്പോൾ ചുറ്റുപാടും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ മറന്ന് അതിൽ മുഴുകിയിരിക്കുന്ന കുട്ടികളെ പറ്റിയുള്ള മാതാപിതാക്കളുടെ ആശങ്ക. അവരോട് പഠിത്തം മതിയാക്കി പോയി കളിക്കാൻ പറയുന്നത്. ആ വാചകമാണ് ഞാൻ അതിന്റെ ടാഗ് ലൈനായി സെറ്റ് ചെയ്തത്. മതി പഠിച്ചത്, ഇനി പോയി കളിച്ച്. ആ ക്യാപ്ഷനാണ് ജെആൻസിക്ക് വളരെയേറെ ഇഷ്ടമായത്. സോ ഫ്രണ്ട്സ്, ഇത്രയും നല്ലൊരു ഐഡിയ സമ്മാനിച്ച ദയ സിദ്ധാർത്ഥിന് നമ്മുടെ ടീമിന്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ദയക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ്. വാങ്ങിക്കതേ.
ദയ പറഞ്ഞത് സത്യമാണെന്ന് ചേട്ടയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തൊക്കെ മനസ്സിലായി? നിന്റെ ചേട്ടായിയുടെയും മിടുക്കുണ്ട് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. ഡ്രീംസിൽ ഇപ്പോഴും എനിക്ക് വേണ്ടി സ്പൈ വർക്ക് നടത്തുന്ന ആരോ ഉണ്ടെന്ന് പവൻ മാധവ് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആരെയും അറിയിക്കാതെ തനിച്ച് ഐഡിയ കണ്ടെത്തിയതും അത് വെച്ച് വളരെ രഹസ്യമായി സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയതും അത് JNCയിൽ പ്രസന്റ് ചെയ്തതും. ശരിയാ, എന്നിൽ നിന്ന് പോലും അക്കാര്യം മറച്ചു വെക്കണമെങ്കിൽ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനും ഉണ്ടാവും. മേ ബി ദർസ് എ ചാൻസ്. എന്താ പേടിയുണ്ടോ നിനക്ക്? എന്നാൽ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരിക്കലും നിന്റെ ചേട്ടായി അറിയില്ല. പിന്നെ നിന്നിൽ നിന്ന് ഇത് ആരെങ്കിലും അറിഞ്ഞ് സംഭവം ലീക്കാവാതിരിക്കാൻ പവൻ എടുക്കുന്ന മുൻകരുതൽ അതിനെ ആ അർത്ഥത്തിലെടുത്താ മതി. പക്ഷെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമുണ്ട് നവീൻ. എല്ലാവരുടെയും അറിവോടെ JNCയുടെ മുന്നിൽ വെച്ച് സ്റ്റോറി ബോർഡിന്റെ തീം ഞാൻ ചോർത്തിയെടുത്തിരുന്നെന്ന് പവൻ അധികം താമസിയാതെ മനസ്സിലാക്കും. ചിലപ്പോ ഇപ്പൊ തന്നെ അത് അറിഞ്ഞു കാണും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ പവന് ബോധ്യപ്പെടും. ഒന്ന്, കമ്പനിയിൽ ഇപ്പോഴും ഒരു സ്പൈ ഉണ്ട്. 2, നേരത്തെ നടന്ന സ്പൈ വർക്കിൽ ക്ഷമയ്ക്ക് ഡയറക്റ്റായി ഒരു ബന്ധവും ഇല്ലായിരുന്നുവെന്നും. അങ്ങനെയാണെങ്കിൽ ക്ഷമയ്ക്ക് ഡ്രീംസിലേക്ക് ഒരു എൻട്രി ഉടനെ കിട്ടിയേക്കും. ആകെ കുഴപ്പമായല്ലോ. ക്ഷമ അവിടെ വന്ന സത്യമെല്ലാം ചേട്ടായി അറിയും. ഈ കേസിൽ എന്റെ ഇൻവോൾവ്മെന്റ് ചേട്ടായി കണ്ടുപിടിക്കുകയും ചെയ്യും. ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്ക. ഹേയ് കൂൾ മാൻ, നീ ഇങ്ങനെ നെർവസ് ആയാലോ? ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ക്ഷമ ഒരിക്കലും അവിടെ ജോലി ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഇന്ന് നേടിയെന്ന് പവനും നിന്റെ കമ്പനിയും അഹങ്കരിക്കുന്ന ഡീലുണ്ടല്ലോ, അതും നടക്കാൻ പോകുന്നില്ല. പവൻ മാധവ് അധികം വൈകാതെ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറും. അല്ലെങ്കിൽ കമ്പനി ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും. നീ കണ്ടോ? ഒരു കണക്കിന് തുടക്കൊന്ന് പിഴച്ചത് നന്നായി. പവൻ മാധവന്റെ റേഞ്ച് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇനി എനിക്ക് പിഴക്കില്ല. നിന്റെ ചേട്ടായി മനസ്സിൽ കാണുന്നത് ഈ ഏഞ്ചൽ മറി ആകാശത്ത് കാണും. ഉറപ്പിച്ചോ നവീൻ? ഇന്ന് സൈൻ ചെയ്ത ആ കോൺട്രാക്ട് ഉണ്ടല്ലോ, അതിന്റെ വില വെറും വട്ടപൂജ്യമായിരിക്കും. അച്ഛാ, അച്ഛാ. എന്താ മോളെ? ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മോളെ, എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്. അച്ഛനിങ്ങി വന്നേ. ആള് വലിയ ആവേശത്തിലാണല്ലോ. എന്താ സംഭവം? അതൊക്കെ പറയാം. അമ്മേ, അമ്മേ, എന്താ അമ്മേ, എന്താ മോളെ? അമ്മേ. എന്താ? അമ്മ വന്നേ. 2 പേർക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ദാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കേ. ആഹാ, അടിപൊളിയാണല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി? ഡ്രീംസ് ഓൺ ഡ്രീംസിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്ടിന് വേണ്ടി ഞാൻ ചെയ്ത സ്റ്റോറിയാ സെലക്ട് ചെയ്തത്. അതിന് കമ്പനിയുടെ ചെയർമാനായ മിസ്റ്റർ പവൻ മാധവ് ദയാ സിദ്ധാർത്ഥന് ഗിഫ്റ്റ് ചെയ്തതാ ഈ വാച്ച്. കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ളതാണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ പവൻ സാറിനെ പോലെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ അത് കോസ്റ്റ്ലി ആവാതിരിക്കില്ലല്ലോ. സലോമി കണ്ടിട്ട് പറഞ്ഞത് മിനിമം ഒരു 25,000 രൂപയെങ്കിലും വിലമതിക്കുന്ന. അതെയോ? ഏതായാലും സംഭവം ഗംഭീരായി. എന്റെ മോള് മിടിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ഷമേ, മോളിത് കണ്ടോ? ഇവക്ക് കിട്ടിയതാ. ഇതേ കൊണ്ടേ കാണിക്കും. ദാ ചേച്ചി, പുതിയ പ്രോജക്ടിന്റെ ഐഡിയ കോntest ഞാനാ വിൻ ചെയ്തത്. അതിന് പവൻ സാർ തന്ന ഗിഫ്റ്റാ. കൊണ്ട് പൊയ്ക്കോണം അവിടുന്ന്. ക്ഷമേ, എന്ത് ഭ്രാന്തായി നീ കാണിച്ചേ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്നെ അവിടുന്ന് പുകച്ച് പുറത്ത് ചടിച്ചിട്ട് ഇപ്പൊ സമ്മാനം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു വന്നിരിക്കുന്നു. മോളെ, സാരമില്ല അച്ഛാ,
എല്ലാരും പൊട്ടിപ്പെണ്ണെന്നും അരക്കെറുക്കാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. ഇന്ന് ആദ്യമായി എനിക്ക് കിട്ടിയ അംഗീകാരം, ഒരു സമ്മാനം, അതും ഒരു വലിയ മനുഷ്യനിൽ നിന്ന് കിട്ടിയപ്പോ ഞാൻ സ്വയം മറന്നുപോയി. അത് പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സാരില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ. ജാടയും മുടയും കണ്ടു കഴിഞ്ഞാൽ തോന്നും അശോക് സാർ ഈ കമ്പനി മുഴുവൻ അവരുടെ പേര് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. എന്താ കുട്ടി, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ജഗുചേട്ടൻ എന്താ ചോദിച്ചത്? അത് ശരി, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ കൊച്ചെ, തലയിൽ തൂക്കണാങ്കുരുവി കൂട് വെച്ച പോലത്തെ ഒരു ഐറ്റം ഇടില്ലേ നവമി മാഡം, അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നവമി മാഡത്തിന് എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അവരാകെ മൊത്തം പ്രശ്നമാ. ആ പവൻ സാറിന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി അവരുടെ ഒടുക്കത്തെ ഷോ. അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്നാ അവരുടെ വിചാരം. ഈ ജഗ്ഗു ആരാന്ന് അവർക്ക് ശരിക്കും അറിയത്തില്ല. ആവശ്യമില്ലാതെ ചൊറിയാൻ വന്ന ആ വൈക്കോൽ കൂനെ ഞാൻ തീപ്പട്ടി ഒരിച്ച് കത്തിക്കും. മിന്നലടിച്ച തെങ്ങ് പോലെ നിന്നങ്ങ് കത്തും. പോട്ടെ ജഗുചേട്ടാ, നവമി മാഡം എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് ചൂടായതാവും. എന്ത് ടെൻഷൻ? ഒന്നുമില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഷോയാ. അവരുടെ മനസ്സ് മുഴുവൻ അസൂയയും കുശുമും കൂടെ നിറഞ്ഞിരിക്കുക. ആ സ്റ്റാർ ഗ്രൂപ്പിന്റെ ഫയൽ എടുത്തേ. നവമി മാഡത്തിന് ജഗുചേട്ടനോട് അസൂയോ? എന്തിന്? എന്നോടല്ലെന്നേ, ഈ കമ്പനിയിൽ പവൻ സാറ് വേറെ ആരോടെങ്കിലും ഇത്തിരി കൺസിഡറേഷൻ കാണിച്ചാ അവർക്ക് അപ്പൊ തുടങ്ങും കുരുപൊട്ടല്. കുട്ടി സൂക്ഷിച്ചോ, പവൻ സാർ ഇയാളുടെ ഐഡിയ സെലക്ട് ചെയ്തതും അതിന് ഗിഫ്റ്റ് തന്നതൊന്നും പുള്ളിക്കാരിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. പവൻ സാർ ഗിഫ്റ്റ് തന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്തത് നവമി മാഡായിരുന്നല്ലോ. അതൊക്കെ ചുമ്മാ ആക്ടിങ് അല്ലേ ദയാ? പവൻ സാറിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഓരോരോ നമ്പറുകള്, ആ തല പോലെ തന്നെ അവരുടെ മനസ്സും കംപ്ലീറ്റ് കൊനിഷ്ടും പാരയൊക്കെ ആയിട്ട് കുരുങ്ങി കിടക്കുക. താൻ കരുതിയിരുന്നോ? 8ന്റെ പണി അവര് കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ലതയാ, തനിക്കേറെ ചില കുശുകുശുപ്പും ഗോസിപ്പും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്കെതിരെയോ? ഞാൻ എന്ത് ചെയ്തിട്ടാ ജഗുചേട്ടാ? താനൊന്നും ചെയ്തിട്ടല്ല. ഈ തലയ്ക്കകത്ത് ഇത്തിരി ആൾതാമസവും വിവരമൊക്കെ ഉണ്ടായിപ്പോയത് ദയയുടെ കുറ്റം കൊണ്ടൊന്നുമല്ലല്ലോ. വന്നു കയറി അധികം കഴിയും മുമ്പ് മാനേജ്മെന്റിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചതൊന്നും ഇവിടുത്തെ സാറന്മാർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. ഒന്നും വേണ്ടായിരുന്നു. ഏത് നേരത്താണോ പവൻ സാറിനോട് എനിക്ക് ആ പൊട്ട ഐഡിയ പറയാൻ തോന്നിയത്? ഐഡിയ സ്വയം ഇങ്ങനെ വില കുറച്ച് കാണല്ലേ കുട്ടി? തന്റെ സ്റ്റോറിക്ക് 100ൽ 100 മാർക്ക്. അപ്പോ ഇവിടെ ഉള്ളവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം, പ്രത്യേകിച്ച് ആ നവമി മാഡത്തിന്റെ മുമ്പിൽ. അയ്യോ, നമ്മളില്ല ജഗുചേട്ടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നതിന് ശേഷം മനസ്സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നും ഓരോ പ്രശ്നങ്ങളാ. അതൊന്നും കാര്യമാക്കണ്ട. ദേ, ഞാൻ ഫ്രീ ആയിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ അങ്ങ് തള്ളിയേക്കണം. അല്ലെങ്കിലേ ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ ചുമ്മാ ഷട്ടിൽ കളിക്കും. ഈ ഞാനൊക്കെ ഇവിടെ പിടിച്ചേക്കുന്നതന്നെ അങ്ങനെ. യെസ് സാർ, ഞാനേ പോയി തള്ളിയേച്ചും വരാം. വെറുതെ പറഞ്ഞതല്ല മാഡം. ആ ദയക്ക് ഈ ഇടയായിട്ട് ഇത്തിരി ഇളക്കം കൂടിയിട്ടുണ്ട്. താനൊരു സംഭവമാണെന്ന് അവളുടെ വിചാരം. അത് ശരിയാ മാഡം. വന്നിടയ്ക്ക് നമ്മളെ ഇത്ര പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ തീരെ മൈൻഡില്ലാത്തൊരു മട്ട. എന്നെ ഇപ്പോഴും അവൾക്ക് നല്ല പേടിയാ. ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. ഓ, മാഡത്തിന്റെ മുമ്പിൽ അവള് ചുമ്മാ അഭിനയിക്കുന്നതാ. അവൾക്ക് ആരും പേടിയില്ലെന്നതാ സത്യം. ഇവർ ഈ പറയുന്ന പോലെ ദയ വലിയ കുഴപ്പക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, ആള് ഭയങ്കര സ്മാർട്ടും ആണ്, ടാലന്റും ഉണ്ട്. ഓ, എന്ത് സ്മാർട്ട്! അവളെക്കാളും സ്മാർട്ടായിരുന്നു ചേച്ചി ക്ഷമാ സിദ്ധാർത്ഥ്. നവീൻ സാറിന്റെ പെറ്റല്ലായിരുന്നോ? എന്നിട്ട് എന്തായി? സ്വന്തം കമ്പനിക്കിട്ട് നല്ല അസല് പണിയല്ലേ അവള് കൊടുത്തത്. ചേച്ചിയെ പോലെ അനീതിയും ആ ജനസ് തന്നെയല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആരും അവളെ അധികം തലയിൽ കയറ്റി നടക്കരുതെന്ന്. മീര, തന്നോടും കൂടിയാ പറഞ്ഞത്. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടി വരില്ല. മാഡത്തിന് അവളോട് നല്ല കലിപ്പുണ്ട്. എങ്ങനെ ഉണ്ടാവാതിരിക്കും?
ദയ വന്നതോടുകൂടി പവൻ സാറിന്റെ ADC ചമയാനുള്ള ചാൻസ് അല്ലേ പോയി കിട്ടിയത്. എല്ലാത്തിനും ഇപ്പോ പവൻ സാറിന് ദയാ സിദ്ധാർത്ഥിനെ മതിയല്ലോ. പവൻ സാറിന് മാത്രോ? നവീൻ സാറിനും ഇപ്പൊ ദയെ വല്ലാതെ ബോധിച്ച മട്ടല്ലേ? സംഗതിയൊക്കെ കൊള്ളാം. ഒടുക്കൻ ചേച്ചിയെ പോലെ അനീത്തിയും 2 സാറുമാർക്കിട്ടും പണി കൊടുക്കാതിരുന്നാ മതി. അല്ല, നിങ്ങളുടെ പരദൂഷണ കമ്മിറ്റി ഇതുവരെ തീർന്നില്ലേ? വന്നല്ലോ വനമാല. വല്ലവരെയും കുറ്റം പറഞ്ഞിരിക്കാതെ പോയി അവനവന്റെ ജോലി നോക്കണ്ടേ സാറുമാരെ? കേട്ടോ സാറാ മാഡം, ഈ ജഗ്ഗു ഇപ്പൊ ദയയുടെ കോളാമ്പിയ. അവളെ കുറ്റം പറയുന്നത് പോലും നമ്മുടെ ജഗ്ഗുവിന് സഹിക്കില്ല. അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എങ്ങനെയാ ജഗ്ഗു? ശമ്പളമാണോ അതോ കമ്മീഷനോ? അതെ, സാറാ മാഡം ചിലപ്പോൾ ആരുടെയും കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടാവും. എന്ന് വെച്ചേ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കല്ലേ. എനിക്ക് ആരുടെയും കമ്മീഷനും ടിപ്പ് ഒന്നും വേണ്ട. ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം എനിക്ക് എന്റെ കമ്പനി കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ ഫ്രണ്ട്സ്, എനി സീരിയസ് ഡിസ്കഷൻ? നത്തിങ് സർ, ഞങ്ങള് വെറുതെ. വെറുതെ? ഇവിടെ എല്ലാരും കൂടി ദയയെപ്പറ്റി സംസാരിക്കായിരുന്നു സാർ. ദയക്ക് എന്ത് പറ്റി? ഏയ്, ദയ വളരെ മിടുക്കിയാണെന്ന് പറയായിരുന്നു. ദാറ്റ്സ് ഗുഡ്. ബട്ട് ഫ്രണ്ട്സ്, മറ്റുള്ളവരുടെ മിടുക്കിന് മാർക്കിടുന്ന കൂട്ടത്തിൽ നമ്മുടെ മിടുക്ക് തെളിയിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ടെന്ന് മറന്നു പോകരുത്. എന്തായി പ്രവീണ, ആ സ്റ്റോറി ബോർഡ് റിവൈസ് ചെയ്യുന്ന കാര്യം? ചെയ്തോണ്ടിരിക്കുകയാണ് സർ, ഉടനെ കഴിയും. ഓക്കെ, ദെൻ ക്യാരി ഓൺ. തണുത്തു. പവൻ സാർ എന്തോ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഡയലോഗ് അടിച്ചത് ആണെങ്കിലേ കണക്കായിപ്പോയി. അങ്ങേറെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയപ്പോ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. എന്നാ പിന്നെ ഓൾ ഓഫ് യു ഗോ ടു യുവർ ക്ലാസ്സസ്. താൻ കൂടുതൽ സ്മാർട്ട് ആവണ്ട, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, അയ്യോ അയ്യോ. സ്റ്റോറി ബോർഡ് പുതുക്കി പണിയാൻ എന്റെ പട്ടി പോവും. ദയാ സിദ്ധാർത്ഥന്റെ ഐഡിയ അല്ലേ, അപ്പൊ പോയി അവളോട് പറ. ദയ, പ്ലീസ് കം. സർ, യെസ് പ്ലീസ്. ഇരിക്കൂ. എനി പ്രോബ്ലം? നോ, നത്തിങ് സർ. പിന്നെന്താ ആകെ ഒരു മൂഡ് ഓഫ് പോലെ? ഐ എം ഓൾ റൈറ്റ് സർ. ഞാൻ ദയെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാണ്. JNCക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ പ്രോജക്റ്റിന്റെ ഷൂട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങണം. ആർട്ടിസ്റ്റുകളായിട്ട് ഫ്രഷേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ കുറച്ചു പേരുടെ സ്റ്റിൽസും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ദയക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ സ്റ്റോറിക്ക് പറ്റിയ ആൾക്കാരെ ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ? സർ, അത് എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കമോൺ, എന്താ തന്റെ പ്രശ്നം? തുറന്നു പറയൂ. സോറി സർ, പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് വേണ്ടി ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാൻ മാത്രം എക്സ്പീരിയൻസ് എനിക്കില്ല സർ. ഇവിടെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, ഐ മീൻ നവമി മാഡത്തിനെ പോലുള്ള ആരെങ്കിലും ഏൽപ്പിക്കുന്നതാവില്ലേ സർ കൂടുതൽ നല്ലത്? ഞാൻ വേണമെങ്കിൽ മാഡത്തിനെ അസിസ്റ്റ് ചെയ്യാം. കുറച്ചു പേരുടെ ഫോട്ടോസും പ്രൊഫൈൽസും നോക്കി കൊള്ളാവുന്നവരെ സെലക്ട് ചെയ്യാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെ പോലെ ഇന്റലിജന്റ് ആയ ഒരാൾക്ക് അത് ഈസി ആയിട്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ സ്റ്റോറിയുടെ കണ്ടന്റ് ദയയുടെ കോൺട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോ തന്റെ ക്യാരക്ടേഴ്സിന് ആപ്റ്റായ ആൾക്കാരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ, ശരിയല്ലേ? യു ജസ്റ്റ് റൈറ്റ്. ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം. എന്താ, അതുപോലെ നമ്മുടെ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ്സ് അറിയാൻ JNC വിളിക്കുന്നത്. ഹലോ. പവൻ, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പറയൂ സർ.